അധികാരത്തിനല്ല, സ്ഥാനമോഹം ആഗ്രഹിച്ചിട്ടല്ല, ഞാൻ പറഞ്ഞതേ നടക്കാവൂ എന്ന വാശി പിടിച്ചിട്ടല്ല. എന്റെ ഒരു സംസാരം സംഘടനക്കൊരു പിന്തുണയാണോ? എന്റെ ഒരു ആലോചന സംഘടനക്കൊരു സപ്പോർട്ടാണോ? അതുകൊണ്ട് എനിക്ക് എന്റെ ആഖിറത്തിലൊന്ന് രക്ഷപ്പെടാൻ കഴിയുമല്ലോ എന്ന ഒരൊറ്റ നല്ല ചിന്തയോടെ സജീവമായി കഴിവിന്റെ പരമാവധി ഒന്ന് പ്രവർത്തിക്കണേ. ഓ ഉമ്മമാരെ, മുൻഗാമികളെല്ലാവരും അവരെല്ലാം അവരുടെ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി എത്രയാണ് അവര് പ്രവർത്തിച്ചത്. ഇവിടെ ഇപ്പൊ ചരിത്രം പറയാൻ നേരമില്ല. പറയട്ടെ, മറക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാരോട് കേട്ടിട്ടില്ലേ? ഹഫ്സ ബിൻത് സീരീൻ റളിയല്ലാഹു അൻഹ, അതേ സീരീൻ എന്നവരുടെ മകളല്ലേ ഇബ്നു സീരീനിനെ കേട്ടിട്ടില്ലേ? ആ മഹാനരുടെ സഹോദരിയല്ലേ ഹഫ്സ റളിയല്ലാഹു അൻഹ. ഖബറിൽ രക്ഷപ്പെടാൻ ചെയ്ത അമലെന്താണ്? മഹ്ശറിൽ രക്ഷപ്പെടാൻ ചെയ്ത അമലെന്താണ്? റബ്ബിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വർഗത്തിൽ യജമാനനായ റബ്ബിനെ കാണാൻ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഈ വാദ് പറയുന്ന എനിക്ക് എന്റെ യജമാനനായ റബ്ബിനെ കാണേണ്ടതില്ലേ? എന്റെ വാദ് കേൾക്കുന്ന നിങ്ങൾക്കോ, നിങ്ങൾക്ക് അല്ലാഹുവിനെ കാണേണ്ടതില്ലേ? ആ റബ്ബിനെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ, ആ റബ്ബിനെ സ്വർഗത്തിൽ കാണാൻ അവരെന്താ ചെയ്തത് ചരിത്രത്തിൽ കാണാം. ആ മഹദി എന്നും രാത്രിയിൽ അതേ പകുതിയോളം ഖുർആൻ ഓതി തീർക്കും.